കൂട്ടുകാരെ അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വെണ്ടക്ക കൊണ്ട് കറി ഉണ്ടാക്കുക, വറുത്തരച്ച വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് നമ്മൾ തേങ്ങ വറക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുറി തേങ്ങ ചിരകിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ചെറിയ ഉള്ളിയും പെരുംജീരകവും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പം അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പം തേങ്ങ വറുത്ത് ഏകദേശം മുരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര വറുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ആ ചട്ടി തന്നെ കഴുകിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെണ്ടക്കായ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ വെണ്ടക്കായ നമുക്ക് അതിലൊന്നിട്ടിട്ട് വറുത്ത് കൊടുക്കാം. അങ്ങനെ വറുത്ത് പൊടി മാറ്റി അതെടുത്ത് വെക്കുക. ഇനി കറി തയ്യാറാക്കണ്ടേ? അപ്പോൾ അതിനൊരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളക് നടു കീറിയതും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ഇതെല്ലാം ചേർത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ നോക്കിയിട്ട് എല്ലാവരും ചെയ്യണേ. നല്ലോണം കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ നല്ല തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് തിരുമ്പിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കാം. അതൊരു ഏകദേശം പകുതിയോളം ഒന്ന് വറ്റി കണ്ടാൽ നമുക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ തേങ്ങ അരക്കാൻ വെച്ചത് അരിഞ്ഞ് അപ്പോൾ ആ അരച്ച തേങ്ങയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അപ്പം അതിൽ നിന്നിങ്ങനെ പത വരും. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ പാകത്തിന് ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും ഉണങ്ങിയ മുളകിട്ടിട്ട് താളിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സ് ആൾക്കാർക്കും പെട്ടെന്ന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇപ്പോഴാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി വിവരം എന്നെ അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇതിന് മുന്നേ ഇട്ട വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എന്നെ അറിയിക്കണേ. ഇനിയും ഇതുപോലെ വീഡിയോ നല്ല നല്ല എളുപ്പമുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരണ്ട്. എല്ലാവർക്കും നല്ലത് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.